ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരനും മാലതി ആകെ ടെൻഷൻ അടിക്കാനിട്ട് ആരായിരിക്കും ഈ ബാലേന്ദ്രനോട് ഈ വിവരങ്ങൾ പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ബാലേന്ദ്രനിൽ നിന്ന് അത് അറിയണം എന്ന് തന്നെ അവർ തീരുമാനിക്കുകയാണ്. പിന്നെയും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലാണ് കേട്ടോ മാലതിയും ഗംഗാധരനും. അവിടെ വെച്ചിട്ട് ബാലേന്ദ്രൻ്റെ ശരിക്കും സങ്കടമുള്ളൊരു മുഖമാണ് കേട്ടോ അവർ കാണുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ അങ്ങനെ പറയുന്നുണ്ട്, മാലതി പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കത്തെടുത്ത് തരാൻ പറ്റുമോ, ആ ബന്ധം ഞാൻ ഇവിടെ വെച്ച് അറുത്ത് മുറിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. മാത്രമല്ല എനിക്കുള്ളത് ഒരു കുടുംബമൊന്നുമല്ല, അതൊരു വെറും ഒരു കെട്ടുകഥ, ഒരു കെട്ടുകാഴ്ച പോലെയാണ്. കാരണം ഒരിക്കലും വൈജയന്തി ബാലേന്ദ്രനോട് നല്ല സ്നേഹത്തോട് കൂടിയിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അപ്പോൾ അത് സങ്കടത്തോട് കൂടിയിട്ട് പറയണം, എനിക്ക് നല്ലൊരു കുടുംബമൊന്നും ഉണ്ടായിട്ടില്ല മാലതി എടുത്തി, അതെൻ്റെ ഒരു സങ്കല്പം മാത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണേ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തിനെയാണ് കേട്ടോ. വൈജയന്തിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം അറിയാണ്ടുള്ള ഒരു ടെൻഷനിൽ മനുവിനെ വിളിക്കുകയാണ്. മനുവിനെ വിളിച്ചിട്ട് മനുവിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം മനു പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ടും ഒരു വിവരവും ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു പറയാണ്, ആൻറ്റിക്ക് അഭിമാനമാണ് വലുതെന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട, ഭർത്താവാണ് വലുതെന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല, എന്തായാലും അത് പറയുക തന്നെ വേണമെന്നൊക്കെ വിചാരിക്കുകയാണ് പോലീസിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ബാലേന്ദ്രൻ അറിഞ്ഞു എന്നുള്ള വിവരം ഉണ്ടാകുമ്പോഴല്ല, വൈജയന്തി അറിയുമ്പോഴല്ല പ്രശ്നം. വൈജയന്തി പ്രസവിച്ച കുഞ്ഞ് മരിച്ചു എന്നാണ് നമ്മൾ വൈജയന്തിയോട് പറഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അവളുടെ ദേഷ്യം നമ്മൾ കാണേണ്ടി വരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.